You are watching Reporter Evening Show. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. ഈവനിംഗ് ഷോയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായ ദില്ലി പ്രക്ഷോഭത്തിന് ക്ഷണിച്ചത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം തങ്ങൾ സമരത്തിനില്ലെന്ന് സർക്കാരിനെ അറിയിച്ചത്. നികുതി പിരിക്കുന്നതിലെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടി ധവളപത്രം ഇറക്കിയിട്ടും ചർച്ചയ്ക്ക് വിളിക്കാതെ ഇപ്പോൾ സമരത്തിന് ക്ഷണിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നു. കൈ കൊടുക്കാത്തതിലെ രാഷ്ട്രീയമെന്ത് എന്നതാണ് ചോദ്യം. വിഷയത്തിൽ നമ്മോടൊപ്പം N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, പ്രൊഫസർ KV തോമസ്, കേരളത്തിൻ്റെ പ്രതിനിധി S. സുരേഷ്, BJP. ആദ്യം പ്രൊഫസർ KV തോമസ്, നോക്കൂ, ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. ഇന്നാണ് ഫിനാൻസ് നീതി ആയോഗിൻ്റെ CEO ആയിട്ടുള്ള BVR സുബ്രഹ്മണ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി ബാക്ക്ഡോർ ചർച്ചകൾ നടത്തി ഫിനാൻസ് കമ്മീഷനുമായി. സംസ്ഥാനത്തിൻ്റെ ഫണ്ടുകൾ നിർണായകമായ തോതിൽ കുറയ്ക്കാനുള്ള ഒരു ചർച്ചയാണ് പ്രധാനമന്ത്രി അന്ന് നടത്തിയത് എന്നുള്ളതാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളും നമുക്ക് ലഭ്യമാണ്. പ്രൊഫസർ KV തോമസ്, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രതിപക്ഷവുമായി ചേർന്നുള്ളൊരു സമരം, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലുള്ള ഹർജി, കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അദ്ദേഹം ഓരോ ജില്ലയിലും കേന്ദ്രത്തിൽ എങ്ങനെയാണ് നമ്മളെ ഞെരുക്കുന്നതെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇക്കാര്യത്തിൽ അതേസമയം തന്നെ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള കൂടിക്കാഴ്ചയും നടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിറ്റുവേഷൻ? സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം പ്ലാനിംഗ് കമ്മീഷനാണ് സ്റ്റേറ്റുകൾക്ക് എന്ത് വിഹിതമാണ് കിട്ടുന്നത്, എന്ത് പ്രോജക്റ്റുകളാണ് വിട്ടത് തീരുമാനിച്ചത്. ആ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് നീതി ആയോഗ് കൊണ്ടുവരുന്നത്. ആ നീതി ആയോഗ് നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് പ്രധാനമന്ത്രിക്കും ഗവൺമെൻറ്റും നിയന്ത്രിക്കാൻ കഴിയും. അതാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഈ സമീപനം ശരിയല്ല. അത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു കാരണവശാലും ബലഹീനമായ സ്റ്റേറ്റുകൾക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് സ്റ്റേറ്റുകൾക്ക് ശക്തി കൊടുക്കണം, ഫെഡറൽ സിസ്റ്റം ശക്തിപ്പെടുത്തണം എന്ന് എല്ലാവരും, BJP ഇതര സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉറപ്പിച്ച് പറയുന്നത്. അതാണ് കേരളവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തിലൊരു സംയുക്ത സമരത്തിന് LDF ഒരുങ്ങുകയാണല്ലോ. MP-മാരും MLA-മാരും മന്ത്രിമാരും ഒക്കെ തന്നെയും ഡൽഹിയിലേക്ക് പോവുകയാണ് പ്രതിപക്ഷവുമായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ച് അങ്ങനെ ഒരു സമരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാർ പറയുന്നു. ഞങ്ങൾ ആലോചിച്ച് പറയാം എന്ന് പറയുന്നു. UDF ആലോചിക്കുന്നു, വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഈ ഭരണപക്ഷം മാത്രം അവിടെ ചെന്ന് ഇരുന്നിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഡൽഹിയല്ലേ ഇന്ത്യയുടെ തലസ്ഥാന നഗരമല്ലേ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയല്ലേ, മാധ്യമങ്ങളുണ്ടല്ലോ, അവരെ മനസ്സിലാക്കട്ടെ. ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തെ തകർത്തുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അത് അവതരിപ്പിക്കാനും ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുമുള്ള ഏറ്റവും നല്ല സ്ഥലവും സന്ദർഭവും, പ്രത്യേകിച്ച് പാർലമെൻറ്റ് തുടങ്ങുന്ന ബഡ്ജറ്റ് സമ്മേളനം തൊട്ട് മുമ്പുള്ള സമ്മേളനമാണ്. ബഡ്ജറ്റ് സമ്മേളനം ഉണ്ടാവുന്ന സംശയമാണ്. പ്രൊഫസർ KV തോമസ് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ കേരളത്തിലെ MP-മാരുടെ കണക്ക് നോക്കൂ. ഒരാൾ മാത്രമാണ് ഇടതുപക്ഷത്തു നിന്നുള്ളത്, ബാക്കി 19 മറുഭാഗത്താണ്, UDF-ലാണ്. അവർക്കാർക്കും ഈ വിഷയത്തിൽ ഒരു താല്പര്യമില്ല എന്നത് ഒരു പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് വ്യക്തമാകുന്ന തരത്തിലേക്കല്ലേ അത് പോകുന്നത്. കേരളത്തിന്റെ ഒരു വിഷയം, പക്ഷേ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 19 ജനപ്രതിനിധികൾ പറയുന്നു ഇത് സംസ്ഥാനത്തിന്റെയും കുഴപ്പമാണെന്ന്. അതുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ മറുപക്ഷത്തിന്, ഭരണപക്ഷത്തിന്. കേരളത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒക്കെ എല്ലാ MP-മാരും ഒന്നിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. സുശീല ഗോപാലിനൊക്കെ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതാണ് വേണ്ടത്. ഏതായാലും സമയമുണ്ടല്ലോ, പ്രതിപക്ഷം ആലോചിക്കട്ടെ എന്താണ് വേണ്ടത്. ശ്രീ KV തോമസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ഇപ്പോൾ കേരളത്തിന്റെ പ്രതിനിധിയാണ്,
എങ്കിലും താങ്കൾ കോൺഗ്രസ് പാർട്ടിയിലാണല്ലോ പ്രവർത്തിച്ചിട്ടുള്ളത്, താങ്കൾ കോൺഗ്രസ്സുകാരനാണ്, അതിലൊന്നും മാറ്റം വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം സംസ്ഥാനത്തുമുണ്ട്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു മുഖ്യ രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്ന സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിലൂടെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന പല പ്രശ്നങ്ങളാണ്, ക്ഷേമ പെൻഷൻ അടക്കമുള്ള പല പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ സംസ്ഥാന സർക്കാരിനോട് തോൾ ചേർന്ന് ഡൽഹിയിൽ വന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്, കെ വി തോമസ് ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതൊക്കെ ആലോചിച്ച് നോക്കിയേ, താങ്കൾ ആ പാർട്ടിയുടെ ഭാഗമായിരുന്നെങ്കിൽ അതൊരു അഡ്വൈസബിൾ സിറ്റുവേഷൻ ആണോ? ദേശീയ തലത്തിൽ BJPക്കെതിരായി മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണ്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സന്ദർഭത്തിൽ മറ്റ് BJP രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകണം. അതൊരു ഭാഗം തന്നെയാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ 8-ാം തീയതി സമരം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരായിട്ടാണ്, ഏകപക്ഷീയമായ സാമ്പത്തിക. താങ്കളുടെ പാർട്ടിക്ക് അത് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് പ്രശ്നം. ചോദ്യം അതാണ്, താങ്കളുടെ പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഗുണകരമാകും? ആ പാർട്ടി കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ദേശീയ തലത്ത് ഒന്നിച്ചു പോകാൻ തീരുമാനം. കേരളത്തിൽ വ്യത്യസ്തമാണ്. കേരളത്തിൽ കോൺഗ്രസും CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും UDF ഒക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് കേരളത്തിൽ ഗുണകരമാണോ? അല്ല, കേരളത്തിൽ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റിവെക്കുന്നു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്നത് ദേശീയ തലത്തിലാണ്. ഒരു ദേശീയ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അവിടെ നേരിടുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും BJP രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോൺഗ്രസ്സാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. കോൺഗ്രസ് നേതൃത്വം കൊടുക്കണം. ഇത്തരമൊരു സമരമാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ശ്രീ N. ശ്രീകുമാർ, താങ്കൾ ഇപ്പോൾ കേട്ടല്ലോ, പ്രൊഫസർ കെ വി തോമസ് സമാരാധ്യനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം വിവിധ പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. സംസ്ഥാന മന്ത്രിയായിരുന്നു, MLA നിരവധി തവണയായിട്ടുണ്ട്, MP ആയിരുന്നു. അത് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസും CPM കൂടി സഹകരിച്ച്, ഇടതുപക്ഷവും വലതുപക്ഷവും സഹകരിച്ച് ദേശീയ രംഗത്തൊരു സമരത്തിലേക്ക് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ മുൻനിർത്തി പോകണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശവും കാഴ്ചപ്പാടും. എങ്ങനെ കാണുന്നു താങ്കൾ? താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരുപാട് തവണ തോമസ് മാഷെ കോൺഗ്രസിന്റെ നേതാവെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് കാണുന്നവർ തെറ്റിദ്ധരിക്കും. അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്നു, ബഹുമാന്യനായ സുഹൃത്തുമാണ് എൻ്റെ. പക്ഷെ മാഷ് ഇപ്പോൾ കോൺഗ്രസ് അല്ല. അത് മാഷൊക്കെ തന്നെ പറയാം, കോൺഗ്രസ്സുകാരൻ എങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഡൽഹി പ്രതിനിധിയാകാൻ പറ്റുക? അപ്പൊ തെറ്റിദ്ധാരണാജനകമായ ഒരു പരാമർശമാണ് അതെന്ന് ഞാൻ കരുതുന്നു. മാഷ് കോൺഗ്രസ് തന്നെ മാഷുടെ മനസ്സിൽ. പക്ഷേ മാഷ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇടതുമുന്നണിയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ആളായിട്ടല്ല ഡൽഹി പോയിട്ടുള്ളത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പ്രതിപക്ഷം UDF ഈ പിണറായി വിജയന്റെ ഒപ്പം കേന്ദ്രത്തിൽ സമരത്തിന് പോയാലേ ജനങ്ങൾ പഴിക്കും പ്രതിപക്ഷത്തിന്. നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ജനങ്ങൾ വിശ്വസിക്കില്ല. കോൺഗ്രസിനെ വിശ്വസിക്കില്ല, UDF വിശ്വസിക്കില്ല. കാരണം എന്താണ് പറഞ്ഞത്? രണ്ട് കാര്യങ്ങൾ അവർ ഊന്നി പറഞ്ഞിരുന്നു. ഒന്ന്, ഒരു ധവളപത്രം ഇറക്കണം ധനസ്ഥിതിയെക്കുറിച്ച്. ഇതുവരെ ഇറക്കിയിട്ടില്ല. രണ്ട്, അവർ പറഞ്ഞത് എന്താണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇത്ര മോശമായിട്ടും എന്തിനാണ് ധൂർത്ത്? അതിന് മറുപടിയില്ല. പിന്നെ ഇത്രയും കാലം കാത്തിരുന്നിട്ട് ലോക്സഭാ ഇലക്ഷന്റെ കുറച്ച് മുമ്പ് ഡൽഹിയിൽ പോയിട്ട് ഒരു സമരം നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു വർഷം മുമ്പ് LDF രാജ്ഭവനിൽ മുമ്പിൽ ഒരു വലിയ രാജ്ഭവൻ വളയലോ എന്തൊരു പരിപാടി നടത്തി. LDF നടത്തിയത്. മുഖ്യമന്ത്രി പരിപാടിക്ക് പോയില്ല. കേന്ദ്രത്തിന്റെ പ്രതിപക്ഷം താമസിക്കുന്ന സ്ഥലമാണല്ലോ രാജ്ഭവൻ. എന്താ പോകാതിരുന്നത്? ഇനി അതൊക്കെ പോട്ടെ, തോമസ് മാഷ് ഡൽഹിയിൽ പ്രതിനിധിയാണ്. മാഷെ ഏത് വിധേനയാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് ഉപയോഗിച്ചത്? മാഷെ വേണ്ട രീതിയിൽ അവർ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. കാരണം അക്കാര്യത്തിൽ ഞാൻ മാഷൊപ്പാണ്. കാരണം ഒരുപാട് ബന്ധങ്ങൾ മാഷക്കോടുണ്ട്. പക്ഷെ മാഷെ അവർ ബന്ധപ്പെടുത്തിയിട്ടില്ല. എന്താ കാരണം? മാഷ് കള്ളം പറയേണ്ടി വരും കേന്ദ്ര ഗവൺമെന്റൊക്കെ പോയിട്ട്. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ LDF പറയുന്നത് പോലെ അല്ലല്ലോ നടക്കുന്നത്. ഇവിടുത്തെ ധനസ്ഥിതിയെക്കുറിച്ചും ഇവിടുത്തെ ചെലവിനെക്കുറിച്ചും ഇവിടുത്തെ ധൂർത്തിനെ കുറിച്ചും ഒക്കെ പിണറായി വിജയൻ ഗവൺമെന്റ് എഴുതി കൊടുക്കുന്നത് പ്രൊഫസർ കെ വി തോമസ് മാഷക്ക് അവിടെ പോയിട്ട് അതേപോലെ കൊടുക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരിതൊക്കെ പറയുന്നു ശരി. കഴിഞ്ഞ ആഴ്ചയല്ലേ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നത്? ഒരു നിവേദനം കൊടുക്കായിരുന്നില്ലേ? ഒരു നിവേദനം ഹൈബിയുടെ എറണാകുളത്ത് വെച്ച് കൊടുത്തു. ഒരു നിവേദനം കൊടുക്കായിരുന്നില്ല. ഞങ്ങളിതാ ഡൽഹിയിൽ വരുന്നുണ്ട്, അതിനു മുമ്പ് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം ഞങ്ങളുടെ വകയായിട്ട്. എന്താ കൊടുക്കാതിരുന്നത്? അപ്പൊ ഇത് വെറും രാഷ്ട്രീയ സ്റ്റണ്ട്. അവിടെ പോയിട്ട് സമരം നടത്തുക, വിമാനക്കൂലി നഷ്ടം, പൊതുഖജനാവിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന നികുതി പണം എടുത്ത് വിമാനക്കൂലിയും കൂടെ കൊടുത്ത് ഇത്ര MLA മാരോ ഒരു MP യും മന്ത്രിമാരോ ഒക്കെ പോകുമ്പോൾ രൂപ എത്ര വരും?
ഉണ്ണി ബാലകൃഷ്ണൻ, താങ്കൾ അത് ആലോചിച്ച് നോക്കൂ. ഒരു ഗുണം ഉണ്ടാവില്ല, ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം ഇവര് പറയുന്നത് എന്താണ്? ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഏത് ഈ സമരവും. ഡൽഹിയിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കൊച്ചു കേരളത്തിൽ നിന്ന് പോകുന്ന ഈ ശ്രീ ശിവകുമാർ, ഇത് വെറുമൊരു സമരം എന്നുള്ള നിലയിലല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 131 നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണഘടനയുടെ 131 അനുസരിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാം. നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു, നമ്മൾ ഇവിടുത്തെ പ്രതിപക്ഷവുമായി സംസാരിക്കുന്നു, നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ തട്ടകമായ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നു. നോക്കൂ, ഇങ്ങനെ അല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ഇത് മറ്റൊരു ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ശ്രീ എൻ ശിവകുമാർ താങ്കൾക്ക് പറയാമായിരുന്നു, ഇതൊക്കെ തന്നെയും ഇവിടെ കെടുകാര്യസ്ഥത കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞതിന് ശേഷമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ പ്രചരണമല്ലേ എന്ന്. നോക്കൂ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച BVR സുബ്രഹ്മണ്യം ഇപ്പോൾ അദ്ദേഹം നീതി ആയോഗിൻ്റെ CEO ആണ്. അദ്ദേഹം പറയുകയാണ്, സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയെ ആയ ഉടൻ തന്നെ 2014 എന്നെ പ്രധാനമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ഈ കാര്യങ്ങളാണ് കേരളം പറയുന്നത്. അപ്പോൾ എല്ലാ വേദികളിലും, ലഭ്യമായ എല്ലാ വേദികളിലും കേരളം അത് പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാക്കി നീതി ആയോഗ് എന്ന സംവിധാനം ഉണ്ടാക്കിയ ശേഷം BJP ഗവൺമെന്റിന്റെ ഒരു നയമാണത്. ആ നയത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. പ്രധാനമന്ത്രി അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് എടുത്ത നയമാണ്. ഫെഡറൽ സംവിധാനം അതാണല്ലോ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് മതി എന്നാണല്ലോ പറയുന്നത് ഇവര്. സുരേഷിന്റെ പാർട്ടി അപ്പൊ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മതി എന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഒരു നയമാണത്. കേരളത്തിന് വേണ്ടി മാത്രം വെട്ടിക്കുറച്ചതല്ല. ഇവിടുത്തെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ആദ്യം ഇവിടെ ഫലപ്രദമല്ലെന്ന് ജനങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ നികേഷ് കുമാർ, അതായത് ഇവിടെ നമ്മൾ നോക്കൂ, ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയോ, ശ്രീ നികേഷ് കുമാറിന് അറിയോ നമ്മുടെ ധനസ്ഥിതിയെ കുറിച്ച്? കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള നിങ്ങളുടെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയാൽ മന്ത്രി ബാലഗോപാൽ പറഞ്ഞ ഓരോ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ഇവിടെ എന്താ കുറവുള്ള സുഹൃത്തിന്? എത്ര പേരെയാണ് വിരമിച്ചവരെ, എത്രയോ പേരെ ഓരോ സംവിധാനത്തിലേക്ക് വീണ്ടും വീണ്ടും നിയമിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? സംഗതി 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഒരു ഗവൺമെന്റിന് വലിയ പ്രശ്നമല്ലെങ്കിലും ഇങ്ങനെ എത്ര ലക്ഷം ചിലവാകുന്നുണ്ട്? ഞാൻ പറഞ്ഞത് സമഗ്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിയാണ്, ധൂർത്ത് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ, നമുക്ക് കൃത്യമായി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കാവുന്ന ഒരു കാര്യം, ധൂർത്ത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടി ഒതുക്കാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന സർക്കാരിന് നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ദയവായി തുടരുക. സുരേഷിനോട് ചോദിക്കാനുണ്ടോ? അതെ, അഡ്വക്കേറ്റ് S. സുരേഷ്, ദില്ലി പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് ഈ ഒരു സമയത്ത് കേന്ദ്രത്തിനെതിരെ, കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ പോലും യോജിക്കാൻ ഇവിടെ LDFനും UDFനും കഴിയുന്നില്ല. ഒന്നിച്ചെതിർത്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ മൈലേജിന് ഒരു കോട്ടം തട്ടും എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നു. ഞങ്ങളില്ല ഒപ്പം, സംസ്ഥാനത്തിന്റെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നു. അവിടെ കേന്ദ്ര സർക്കാരിന് ഇത് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബോണസായി മാറുകയാണോ? അതായത് സംസ്ഥാനത്ത് പോലും ഒരു ഏകാഭിപ്രായത്തിലേക്ക് LDFനും UDFനും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, അതാണോ നിങ്ങളുടെ ആയുധം? സുജയ, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് 2000 മുതലെങ്കിലും കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 2004 മുതൽ ആ സമയത്ത് മുഴുവൻ 2004 മുതൽ 2014 വരെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ KV തോമസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കേരളത്തിൽ നിന്ന് 8-9 മന്ത്രിമാർ ഉൾപ്പെടെ കോൺഗ്രസും CPM ഉൾപ്പെടെ ഇന്ത്യ ഭരിച്ചിരുന്നു. ആ ഭരിച്ചിരുന്ന സമയത്ത് കിട്ടിയതിനേക്കാൾ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും എത്രയോ മടങ്ങ്, 10 മടങ്ങും 15 മടങ്ങും ഒക്കെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രവിഹിതം. അപ്പോൾ അത്തരത്തിലുള്ള കേന്ദ്രവിഹിതം അത് അടിസ്ഥാന വികസന രംഗത്താണെങ്കിലും, അത് വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും, ദേശീയപാത വികസനമാണെങ്കിലും, റെയിൽവേ വികസനമാണെങ്കിലും, കേരളത്തിൽ കഴിഞ്ഞ ദിവസം വന്ന് 4000 കോടി രൂപ, അതിനു മുമ്പ് 7800 കോടി രൂപ, ഇങ്ങനെ 10,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണെങ്കിലും, അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക്, ബ്ലോക്കുകൾക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് ഉൾപ്പെടെ നൽകുന്ന പദ്ധതി വിഹിതങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഗണ്യമായ എത്രയോ മടങ്ങ് ആണ് ഇന്ന് കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രീ KV തോമസിന് പോലും നിഷേധിക്കാൻ സാധ്യമല്ല. അതിൻ്റെ കണക്കുകൾ അദ്ദേഹം നിഷേധിച്ചാൽ നമുക്ക് കണക്കുകൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്താം. ഇനി അത് ഒരു വസ്തുതയായിട്ട് നിൽക്കുന്നു.
ഇവിടെ നീതി ആയോഗ് എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇന്ത്യക്ക് സമഗ്രമായിട്ടുള്ളതാണ്. പ്ലാനിംഗ് ബോർഡ് മാറ്റിയിട്ട് നീതി ആയോഗ് വന്നതോടുകൂടി മുഖ്യമന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും നീതി ആയോഗുമായിട്ട് സംവദിക്കാനും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പറ്റുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതയ്ക്കപ്പുറം സകലരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സമീപനം നീതി ആയോഗ് വഴി സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ശ്രീ സുരേഷ്, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചാൽ, നേരത്തെ സുജയ ചോദിച്ചതിൻ്റെ തന്നെ തുടർച്ച എന്നുള്ള നിലയിൽ ഇത്രയേ ഉള്ളൂ പ്രശ്നം. സാധാരണഗതിയിൽ ഇപ്പോൾ വി മുരളീധരനോ അല്ലെങ്കിൽ ഇവിടെയുള്ള കെ എൻ ബാലഗോപാലോ കുറേ കണക്കുകൾ പറയും. ഇത് രണ്ടും മനസ്സിലാകാത്ത ആളുകൾ അത് കെട്ടിപ്പൂട്ടി വെക്കും. അതേക്കുറിച്ച് ഒരു വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാകില്ല. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരത്തെ 3.9 കിട്ടുമായിരുന്നു, ഇപ്പോൾ അത് 1.8 ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 10,40,000 കോടി രൂപയുടെ നഷ്ടം ആ തരത്തിൽ തന്നെ. നോക്കൂ, 1,05,000 കോടി രൂപയുടെ കുറവ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ആ കണക്കിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി 2014 ഒരു ബാക്ക്ഡോർ ചർച്ച നടത്തി ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെ ഫണ്ട് സിഗ്നിഫിക്കലി കട്ട് ചെയ്യാൻ, വളരെ നിർണായകമായ തോതിലുള്ള ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട എന്ന് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ സിഇഒയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ രാജ്യ സർക്കാരിനെതിരെ ഇത്രയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ശ്രീ സുരേഷ്. അപ്പോൾ പിന്നെ ഇവരൊക്കെ, അത് വെറും പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും നിരന്തര പരാതിയാണിത്. ആ പരാതി സാധൂകരിക്കപ്പെടുകയല്ലേ? ശ്രീ നികേഷ്, ഈ നീതി ആയോഗിൻ്റെ സിഇഒ ഇങ്ങനെ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിവില്ല. പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ഇവിടുത്തെ മന്ത്രിമാർക്ക് പോലും, സംസ്ഥാന മന്ത്രിമാർക്ക് പോലും നീതി ആയോഗുമായിട്ട് സംസാരിക്കാനുള്ള വേദികളുണ്ട് എന്ന നിലയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നീതി ആയോഗുമായിട്ട് സംസാരിക്കാൻ പുറംവാതിലൂടെയൊക്കെ വരണമെന്നൊക്കെ പറയാൻ തക്ക രീതിയിൽ ഇന്ത്യയുടെ സിഇഒ അത്ര തരം താണുപോയോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ സിഇഒ. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ സിഇഒ. അപ്പൊ ഈ ജോയിന്റ് സെക്രട്ടറിമാരെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറിമാർ വിവിധ ചുമതലകൾ ഉണ്ടാവും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് മോഡിക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയം ഒരു ഇടനിലക്കാരനെ വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ സുരേഷേ, അതിനകത്തൊക്കെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, രീതികളുണ്ട്. നേരിട്ട് പിന്നെ നീതി ആയോഗിനെ ചെയർമാനെ വിളിച്ചിരുത്തി സംസാരിക്കേണ്ട ഒരു കാര്യമായി അല്ല ഇത്. മറിച്ച് എങ്ങനെയാണ് ഇതൊരു മാനുവറിംഗ് ആണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്നേ. അപ്പോൾ അത് പ്രധാനമന്ത്രി നേരിട്ടൊന്നും ചെയ്യില്ല. അപ്പം ഇവിടെ ജോയിന്റ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു, അയാളൊരു ലേസൺ വർക്ക് നടത്തുന്നു. അതാണിപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു 4,000 കോടി തരുന്നു, നേരത്തെ പറഞ്ഞു 7,800 കോടി കൊടുക്കുന്നു. നല്ലത്, ഇങ്ങനെയൊക്കെ തന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കടപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയോടല്ല, മറിച്ച് YV റെഡ്ഡി എന്ന് പറയുന്ന നീതി ആയോഗിൻ്റെ ചെയർമാനോടാണ്. കാരണം അന്ന് അദ്ദേഹം അത് എതിർത്തു. ഈ പറയുന്ന പൈസ കൊടുക്കുന്നത് കട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് എതിർത്തുകൊണ്ടാണ് ഈ പൈസയൊക്കെ വന്നത്. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ചോദിച്ചോട്ടെ, അതായത് ഇത് നോക്കൂ, ആഗോളതലത്തിലുള്ള റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഏറ്റെടുക്കുന്ന ഒരു ഇൻ്റർനാഷണൽ വിഷയമായിരിക്കുന്നു. ഇതിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിനെതിരെ പരാതി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ കൈവന്നിരിക്കുന്നു. ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ തരികിടകളൊക്കെ ഓരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതൊന്നും ആധികാരികമായിട്ട് എടുത്ത് പറയേണ്ട ശ്രീ നികേഷ്. ഇവിടെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, അവരുടെ ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെയൊക്കെ നിക്ഷിപ്ത താല്പര്യങ്ങൾ, ആഗോള നിക്ഷിപ്ത താല്പര്യങ്ങളും ചൈനീസ് നിക്ഷിപ്ത താല്പര്യവും പാകിസ്ഥാൻ നിക്ഷിപ്ത താല്പര്യവും രാജ്യത്തെ അപായപ്പെടുത്താനുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുമൊക്കെ പല പ്രാവശ്യം പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ള, നീതി ആയോഗിന് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിനനുസരിച്ചുള്ള ഒരു നയമുണ്ട്. അതിൽ ദുരൂഹമായിട്ടുള്ള ഒരു നയവുമില്ല. അതിൽ വെള്ളത്തിനടിയിലൂടെ പന്തം കൊണ്ടുപോകുന്നത് പോലെയുള്ള നയങ്ങളൊന്നുമില്ല. നീതി ആയോഗിൻ്റെ നയവും നിലപാടും സുതാര്യമാണ്, ലോകത്തിന് മുഴുവൻ അറിയാം, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയാം, എല്ലാ ധനകാര്യ വകുപ്പ് മന്ത്രിമാർക്കും അറിയാം.
അതുകൊണ്ട് ഇതിൽ ഒരു CEO കയറിയിരുന്നിട്ട് ഇവിടുത്തെ സാമ്രാജ്യം ചക്രവർത്തിയെ പോലെ നമുക്ക് ഔദാര്യങ്ങൾ തരുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യം തകർന്നു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. ഓക്കെ, അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഇന്ത്യൻ ജനാധിപത്യം തകരാനും പാടില്ല. അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഇതിൽ നിന്ന് താങ്കൾ ഒഴിഞ്ഞു മാറരുത് എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കാര്യത്തിൽ കൃത്യമായി 14ാമത് ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ അറിയാമല്ലോ, 2013 അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടത് കേന്ദ്ര നികുതികളുടെ 50% സംസ്ഥാനങ്ങൾക്ക് വേണമെന്നാണ്. തൊട്ടടുത്ത വർഷം 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിയുമ്പോൾ 32-ൽ നിന്നും 42 സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കൂട്ടാനായിട്ടുള്ള ശുപാർശ വരുന്നു. അപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? 33-ൽ അത് സീൽ ചെയ്യാനാണ്. ആ ഇടപെടൽ അത് ദുരൂഹമല്ലേ? അതേക്കുറിച്ചൊരു CEO പറയുമ്പോൾ അതിന്മേൽ പ്രതികരിക്കേണ്ടേ? അല്ലെങ്കിൽ അതിന്മേൽ എന്താണ് വസ്തുതയെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയില്ലേ BJPക്ക്? അഡ്വക്കേറ്റ് സുരേഷ്. സുജയ, 2013-ലും 14-ലും നരേന്ദ്രമോദി അത് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 1.4 ട്രില്യൺ സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യമായിരുന്നു. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് 4 ട്രില്യൺ സാമ്പത്തിക ശേഷിയുള്ള രാജ്യമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവന് വീട്, അവൻ്റെ വീട്ടിൽ പാചകവാതക സിലിണ്ടർ, അവന് ജൻധൻ അക്കൗണ്ട്, അവന് 5 ലക്ഷത്തിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി, കാർഷിക സമ്മാൻ നിധി ഉൾപ്പെടെ സാധാരണക്കാർ, ഇന്ത്യയുടെ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവരുടെ 29 കോടി ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ ഏറ്റവും താഴെയുള്ളവർക്ക് നേരിട്ട് തന്നെ കേന്ദ്ര പദ്ധതികളിലൂടെ അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് വന്നിരിക്കുന്നു. അതേ സമയത്ത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും മുമ്പ് കിട്ടിയതിൻ്റെ 10 ഇരട്ടിയും 15 ഇരട്ടിയും വിഹിതം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഗണ്യമായ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു. വളരെ ശാസ്ത്രീയമായി വിഷണറി കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ പഴയ രീതിയിൽ 1.4 ട്രില്യൺ സമ്പത്തുമായിട്ടിരിക്കുന്ന ഒരു രാജ്യമല്ല. ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. വരുന്ന 3 വർഷത്തിനുള്ളിൽ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്ന രാജ്യമാണ്. പിന്നെ ചൈനയും അമേരിക്കയും മാത്രമേ ഇന്ത്യയുടെ മുന്നിലുണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ പൊളിച്ചെഴുതി മുന്നോട്ട് പോകുന്നു. മുന്നോട്ടല്ലേ പോകുന്ന ഇന്ത്യ? അതിലല്ലേ നമ്മൾ സന്തോഷിക്കേണ്ട, അഭിമാനിക്കേണ്ടത്? ഇവിടെ നമ്മൾ കാണേണ്ടത്, നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ എന്താണ് വിഷയം? ഇവിടെ GSDPയുടെ 3% കൂടുതൽ കടമെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരല്ലല്ലോ. ശ്രീ കെ വി തോമസിന് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇവിടെ ഈ കേരളത്തിൽ സഞ്ചിത കടം എന്ന് പറയുന്നത് 29% പരമാവധി സഞ്ചിത കടത്തിലേക്ക് എത്താൻ സാധിക്കുക. കേരളത്തിൽ അത് 40%, 40%-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കടം വന്നിരിക്കുന്നത് മാത്രമല്ല, 1,90,000. സുരേഷ്, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഈ 42% എന്ന ഫിനാൻസ് കമ്മീഷന്റെ ആ റെക്കമെൻഡേഷനിൽ സീൽ ചെയ്തത് അത് റെഡ്ഡിയുടെ എതിർപ്പ് കൊണ്ട് മാത്രമാണ്. പക്ഷേ അതിനു മുൻപ് നടന്ന 2 മണിക്കൂറുള്ള സംഭാഷണമുണ്ടല്ലോ, പ്രധാനമന്ത്രി പങ്കെടുത്ത ആ ഒരു സംഭാഷണത്തെ കുറിച്ച് നീതി ആയോഗിന്റെ CEO പറയാതെ ഒഴിഞ്ഞു പോകാൻ കഴിയുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അത് നിഷേധിക്കണം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇതുവരെ ഒരു പ്രതികരണവും വന്നിട്ടില്ല. മാത്രമല്ല പറഞ്ഞ ഭാഗം അതിപ്പോൾ യൂട്യൂബിൽ ഇല്ല. സുജയ പറയൂ. സുജയ, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഒരു ജോയിന്റ് സെക്രട്ടറിയോട് ഇതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെ അങ്ങ് തട്ടിവിടുമ്പോൾ, തള്ളിമറിക്കുമ്പോൾ അതിന് അയാളുടെ വാക്ക് കേട്ടിട്ട് അതും ഒരു പത്രപ്രവർത്തകരുടെ നിക്ഷിപ്ത താല്പര്യമുള്ള ഒരു കൂട്ടായ്മയുടെ വാർത്തയായിട്ട് പുറത്തുവിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ഞാൻ അതിൻ്റെ പുറത്ത് അഭിപ്രായം പറയണമെന്ന് ശാഠ്യം പിടിക്കരുതേ. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞ് നമ്മളെന്തിനാ സമയം കളയുന്നത്? ഞാൻ ചോദിച്ചു വരുന്നത്, ഇത്രയും 40 സഞ്ചിത കടം എന്ന് പറയുന്നത് 40%-ന് മുകളിലേക്ക് കുതിക്കുന്ന UDFന്റെ കാലത്ത് 1,90,000 കോടി രൂപയുടെ കടവും ഇന്ന് LDFന്റെ കാലത്ത് 4 ലക്ഷം കോടി രൂപയുടെ കടവത്തിലേക്കും എത്തിയിരിക്കുന്ന കേരളത്തിൽ ഇന്ത്യ കിഫ്ബിയുടെ പേരിൽ 70,662 കോടി രൂപയുടെ കടം വാങ്ങി കൂട്ടണോ? അതോടൊപ്പം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൻ്റെ പേരിൽ 32,000 കോടി രൂപയുടെ കടം വാങ്ങി കൂട്ടണോ?
ഈ CPM എന്ന് പറയുന്ന പാർട്ടി ബംഗാളിലും ത്രിപുരയിലും നശിച്ചതുപോലെ ഇവിടെയും അടുത്ത മാസങ്ങൾക്കുള്ളിൽ നശിക്കും. പക്ഷേ ഈ കേരളത്തിന് ജീവിക്കണം, കേരളത്തിലെ ഭാവി യുവാക്കൾക്ക് ജീവിക്കണം, കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം. ഇങ്ങനെ കടം സുരേഷ് ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാവോ? ഈ കിഫ്ബി എന്തായിരുന്നു കേരളത്തിൽ? കിഫ്ബി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. എന്താണ് ഈ പെൻഷൻ ഫണ്ട്? പാവപ്പെട്ട മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്ന അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞ എന്തിനാണ് കിഫ്ബി, എന്തിനാണ് പെൻഷൻ ബോർഡ്? ഭയങ്കര കടമല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനം നമുക്ക് ആവശ്യമില്ലേ? ഇവിടെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള വരുമാനം നൽകണ്ടേ? സ്വാഭാവികമായിട്ടും കടമൊക്കെ വർദ്ധിക്കും. ആ കടം വർദ്ധിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിവെക്കണമെന്നാണോ താങ്കൾ പറഞ്ഞത്? ചുരുക്കി ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിനാരാ BJP ആണോ ഉത്തരവാദി? ഈ 67 വർഷക്കാലം ഈ കേരളത്തിൽ മദ്യശാലയിൽ തുടങ്ങിയ മദ്യശാലകൾ കൂട്ടിയാൽ മാത്രമേ വരുമാനം കൂടൂ, ലോട്ടറി തട്ടിപ്പ് നടത്തിയാൽ മാത്രമേ വരുമാനം കൂടൂ, കേരളീയനെ നാട് കടത്തി ഒട്ടകത്തിനോടൊപ്പം മരുഭൂമിയിൽ കൊണ്ടെടുത്ത് പണിയെടുത്താലേ വരുമാനം കൂടൂ എന്ന വിഡ്ഢിത്തവും വിവരം കെട്ടതും കേരളത്തിനെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള നയം ഈ കേരളത്തിൽ നടപ്പാക്കിയ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ശ്രീ N ശ്രീകുമാറിന്റെ കോൺഗ്രസ് നേതാക്കന്മാർ മുതൽ പിണറായി വിജയൻ വരെയുള്ള സഖാക്കന്മാരും കോൺഗ്രസുകാരുമല്ലേ ഈ കേരളത്തെ ഈ ഇതിനകത്ത് ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ വേറൊരു ഇക്വേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അത് ഒരു രാഷ്ട്രീയ ആരോപണമായി പോലും UDF ഉന്നയിക്കുകയാണ്. നമുക്ക് ചർച്ചകളിലൂടെ ഇനിയിപ്പോൾ പ്രതീക്ഷയില്ല എന്നാണോ ഈ സമരങ്ങളിലൂടെ ഹർജികളിലൂടെ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ചർച്ചകളിലൂടെ ഉള്ള കാര്യങ്ങൾ നേരിടുന്നതിന് ചർച്ചകളുണ്ടാകും. സമരം ചെയ്യേണ്ട കാര്യങ്ങൾ സമരം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡൽഹിയിൽ 8-ാം തീയതി വരുന്ന സമരം ലോകത്തെ മുഴുവൻ, രാജ്യത്തെ മുഴുവൻ അറിയിക്കുന്നൊരു സമരമാണ്. നമ്മുടെ BJP ഇതര സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ വിഹിതം അത് നഷ്ടപ്പെടരുത്. കേന്ദ്രം തരേണ്ട പ്രോജക്റ്റുകൾ, എയിംസ് ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ അത് നഷ്ടപ്പെടാൻ പാടില്ല. അത് കാണിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ എന്തിനാ 3 പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യണം. ഒന്ന് ഗെയിൽ, ഞാൻ കേന്ദ്രമന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴാണ് കൊച്ചി ഗെയിൽ വരുന്നത്. അത് പൂർത്തീകരിച്ചത് ശ്രീ പിണറായി വിജയനാണ്. ഞാൻ അദ്ദേഹത്തോട് അടുക്കുന്നത് ആ സാഹചര്യം വെച്ചുകൊണ്ടുകൂടിയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ 2 മേജർ പ്രോജക്റ്റുകൾ, ഞാൻ MP കൂടിയായിരുന്ന സന്ദർഭത്തിൽ പിണറായി വിജയത്തിൻ്റെ നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിലാണ് തുടക്കം കുറിച്ചത്. അത് പൂർത്തീകരിക്കപ്പെടുന്നു. 4000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഈ രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടല്ലേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണുകയും സ്വീകരിക്കുകയും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്ത രീതിയിൽ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു അന്ധമായ എതിർപ്പല്ല, ഇത് ജനാധിപത്യപരമായ എതിർപ്പ് ഉള്ള സംഘത്തിൽ ജനാധിപത്യമായ എതിർക്കും, സഹകരിക്കും, സംസാരിക്കുന്നിടത്ത് സംസാരിക്കും. അങ്ങനെയുള്ള ആരോഗ്യകരമായ രാഷ്ട്രീയ സംവിധാനത്തിലൂടെയാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ്. സമരത്തോടൊപ്പം തന്നെ സഹകരണവും ഉണ്ടാവും. പ്രൊഫസർ KV തോമസ്, N ശ്രീകുമാർ, ഒപ്പം തന്നെ സുരേഷ്, നന്ദി സഹകരിച്ചതിന്. ഇനി ഇടവേളയ്ക്ക് ശേഷം ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺ കുമാർ. You are watching Reporter Evening Show.